കേരള രാഷ്ട്രീയത്തിൽ ഏറെ വിവാദം സൃഷ്ടിച്ചതും കേരളം ഇന്നും ചർച്ച ചെയ്തതുമായിട്ടുള്ള ഒരു സംഭവമാണ് സോളാർ കേസ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ മരണം വരെ വേട്ടയാടിയ സംഭവങ്ങളിൽ ഒന്നുകൂടിയാണ് സോളാർ വിവാദവും അതിനെ തുടർന്നുണ്ടായ ലൈംഗിക പീഡന പരാതിയും. സോളാർ കേസിലെ പരാതിക്കാരിയാണ് പിന്നീട് ഈ ലൈംഗിക പീഡന പരാതിയുമായിട്ട് രംഗത്തെത്തിയത്. അത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഉൾപ്പെടെ ലൈംഗികാരോപണങ്ങൾ ഉയർത്തുകയും അദ്ദേഹത്തിൻ്റെ മരണം വരെ അത് അദ്ദേഹത്തെ വേട്ടയാടുകയും ചെയ്യുകയും എതിരാളികൾ അദ്ദേഹത്തെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൊല്ലം കൊട്ടാരക്കരയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്നുണ്ട്. ആ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, ഈ സോളാർ കേസിൻ്റെ സമയത്ത് ആ പരാതിക്കാരിയായിട്ടുള്ള വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട് സോളാർ തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പത്തനംതിട്ട ജില്ലാ ജയിലിൽ കിടക്കവേ 21 പേജുള്ള ഒരു കത്ത് എഴുതിയിരുന്നു. ആ കത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അവർ എഴുതിയിരുന്നത്. പിന്നീട് ഈ കത്ത് 25 പേജായിട്ട് വികസിക്കുകയും അതിനകത്ത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള സമുന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉന്നയിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ ലൈംഗിക പീഡന ആരോപണം ആദ്യത്തെ കത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് എഴുതി ചേർക്കപ്പെട്ട 4 പേജുകളിലായിട്ടാണ് ഈ ലൈംഗിക ആരോപണങ്ങൾ വന്നത് എന്ന് അന്നു മുതൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൊല്ലം കൊട്ടാരക്കരയിലെ കോടതിയിൽ നടക്കുകയാണ്. അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയിൽ ഫയൽ ചെയ്തത്. ആ കേസിൽ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മൊഴിയെടുപ്പിന്റെ ഭാഗമായിട്ട് സോളാർ കേസിലെ പരാതിക്കാരിയുടെ മുൻ അഭിഭാഷകനുമൊക്കെ ആയിട്ടുള്ള ഫെനി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം എത്തി മൊഴി കൊടുത്തു. അദ്ദേഹം കൊടുത്ത മൊഴിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ആ സോളാർ പീഡന കേസിലെ പരാതിക്കാരി എഴുതിയ കത്തിൽ അതിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ കൊടുക്കാനായിട്ട് വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയിൽ അന്ന് മന്ത്രിയായിരുന്ന, ഇപ്പോൾ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയായ ഗണേഷ് കുമാറിന് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് ഫെനി ബാലകൃഷ്ണൻ ഇന്നലെ മൊഴി കൊടുത്തിരിക്കുന്നത്. ഫെനി ബാലകൃഷ്ണന്റെ മൊഴി പ്രകാരം പറയുന്നത്, ഗണേഷ് കുമാർ തന്നെ നിരന്തരം PA പ്രദീപ് കുമാർ വഴിയും ഒപ്പം തന്നെ ബന്ധുവായ ശരണ്യ മനോജ് വഴിയും ബന്ധപ്പെട്ടിരുന്നു. തന്നെ കാണണമെന്ന് അങ്ങനെ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ 2015 അവിടെ പോയി കണ്ടു. അപ്പോൾ പറഞ്ഞത്, ഈ പറയുന്ന പ്രദീപ് കുമാർ പറയുന്ന ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കണം, അങ്ങനെ ചെയ്തു കൊടുത്താൽ തനിക്കും ഗുണമുണ്ടാകുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു എന്നാണ് ഫെനി ബാലകൃഷ്ണൻ മൊഴി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ ഈ കത്തിലുള്ള ഗൂഢാലോചന നടക്കുന്നത്. അന്ന് ഈ പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ളവർ തന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ കാരണം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. അവർക്കൊരു പണി കൊടുക്കണം, കാരണം ഗണേഷ് ഇനി മന്ത്രിയായിട്ട് വീണ്ടും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഗണേഷിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയവർക്ക് നല്ലൊരു പണി കൊടുക്കണം എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ സോളാർ പീഡന കേസിലെ പരാതിക്കാരി ഫെനി ബാലകൃഷ്ണനോട് പറയുന്നുണ്ട്, ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജുഡീഷ്യൽ കമ്മീഷൻ, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തന്നെ ഒരു സോളാർ പീഡന വിവരങ്ങൾ കേസ് അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരുന്നു. ആ കമ്മീഷന് മുൻപാകെ എത്തി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ലൈംഗിക പീഡനം നടന്നു എന്ന തരത്തിൽ മൊഴി കൊടുക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ ആ മൊഴി കൊടുത്താൽ ഗുണമുണ്ടാകുമെന്ന് ഈ പറയുന്ന പരാതിക്കാരി ആവശ്യപ്പെട്ടു. എന്നാൽ താൻ അങ്ങനെ മൊഴി കൊടുത്തില്ല എന്നാണ് ഫെനി ബാലകൃഷ്ണൻ പറയുന്നത്. ഈ കത്ത് ഉണ്ടായതിന് പിന്നിൽ അത് വലിയൊരു ഗൂഢാലോചനയാണ് നടന്നത്. 2013 ജൂലൈയിൽ താൻ പത്തനംതിട്ട ജില്ലാ കോടതിയിൽ പോയി. അന്ന് ഈ പറയുന്ന പരാതിക്കാരി 21 പേജുള്ള ഒരു കത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതി തൻ്റെ കയ്യിൽ തന്നു. അന്ന് അവിടെ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ അത് കണ്ട് അതിൻ്റെ രസീത് തനിക്ക് തന്നതാണ്. 21 പേജുള്ള കത്തെന്നുള്ള രസീത് തന്നതാണ്. ആ കത്തുമായിട്ട് താൻ പുറത്തു വന്ന് ആ കത്ത് ഗണേഷ് കുമാറിന്റെ PA ആയിരുന്ന പ്രദീപ് കുമാർ വഴി ഗണേഷ് കുമാറിന്റെ ബന്ധുവായ ശരണ്യ മനോജിന് കൈമാറുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇതിനകത്ത് ഗൂഢാലോചന നടക്കുന്നത്, ഇതിനകത്ത് അട്ടിമറികൾ നടക്കുന്നത്. ശരണ്യ മനോജ് ഈ പറയുന്നത് പോലെ പരാതിക്കാരിയോട് ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി എഴുതി ചേർക്കണം. അതായത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ കൂടി ഉന്നയിക്കണം, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും കത്ത് എഴുതണം, അത് കൈപ്പടയിൽ എഴുതണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അതിനുശേഷം ഒരു 4 പേജ് കത്ത് കൂടി സ്വന്തം കൈപ്പടയിൽ എഴുതി ഈ പറയുന്ന പരാതിക്കാരി ശരണ്യ മനോജിനെ കൈമാറുന്നു. അങ്ങനെ ആ 4 പേജും കൂടി ചേർത്താണ് 25 പേജുള്ള കത്തായിട്ട് അത് വികസിക്കുന്നത്. അത്തരത്തിൽ പിന്നീട് സോളാർ കമ്മീഷന് മുൻപിൽ എത്തിയ കത്ത് അത്തരത്തിലുള്ള കത്താണ്. അത് വ്യാജമായിട്ടുള്ള കത്താണ്. അട്ടിമറിക്കപ്പെട്ട് ഗൂഢാലോചനയിലൂടെ 4 പേജുകൾ കൂട്ടിച്ചേർത്ത കത്താണ് സോളാർ കമ്മീഷന് മുൻപിൽ എത്തിയത്
എന്ന മൊഴിയാണ് ഇപ്പോൾ ഫെന്നി ബാലകൃഷ്ണൻ കൊടുത്തിരിക്കുന്നത്. ഫെന്നി ബാലകൃഷ്ണൻ പറയുന്നതനുസരിച്ച് വലിയൊരു ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൂത്രധാരൻ എന്ന് പറയുന്നത് ഗണേഷ് കുമാർ തന്നെയാണ്. 2011 ആദ്യം മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഗണേഷ് കുമാർ. എന്നാൽ 2013 ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മറ്റു പല ഗാർഹിക പീഡന കേസ് ഉൾപ്പെടെ സ്വന്തം ഭാര്യ ആയിരുന്ന യാമിനി തങ്കച്ചി ഗണേഷ് കുമാറിനെതിരെ കൊടുക്കുകയും അത് വലിയ വിവാദമാവുകയും ചെയ്യുന്നതോടെയാണ് ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നത്. പിന്നീട് മന്ത്രിസ്ഥാനം ഗണേഷിനെ തിരികെ കിട്ടിയില്ല. അതിന്റെ വൈരാഗ്യം ഗണേഷ് കുമാറിന് ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്ന ഈ മൊഴികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ഇതേ കേസിൽ ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്ന സുധീർ മലയിൽ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന കോടതിയിലെത്തി ഇതുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്തത്. ആ മൊഴിയിലും സുധീർ മലയിലും പറയുന്നത് ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിൽ ഗണേഷ് കുമാറിന് ഉമ്മൻചാണ്ടിയോട് വലിയ പകയുണ്ടായിരുന്നു. ആ പക വീട്ടാനായിട്ടുള്ള ഗൂഢാലോചന ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നു. തന്നോട് പലപ്പോഴും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന് താൻ പകരം വീട്ടും, പക വീട്ടുമെന്ന് ഗണേഷ് കുമാർ തന്നോട് നേരിട്ട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സുധീർ മലയിൽ കോടതി മുമ്പാകെ മൊഴി കൊടുത്തിരിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ ഓരോരുത്തരും ചെന്ന് മൊഴി കൊടുക്കുമ്പോൾ ഈ സോളാർ കേസിലെ ഈ കത്ത് അല്ലെങ്കിൽ സോളാർ ലൈംഗിക പീഡന കേസിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പെടുത്തുകയായിരുന്നു. അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത്തരത്തിൽ ഏതെങ്കിലും ലൈംഗിക പീഡന കേസുകളിൽ ഇവർക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരും ദിനങ്ങളിലും കോടതിയിലെത്തി മൊഴി കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഗണേഷ് കുമാറിന്റെ തനിനിറം ഇതോടെ പുറത്തായി കഴിഞ്ഞിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഒരുപക്ഷെ സ്വന്തം മകനെ പോലെ കണ്ട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഗണേഷ് കുമാർ. സ്വന്തം ഭാര്യയായിരുന്നു യാമിനി തങ്കച്ചി തന്നെ പീഡിപ്പിക്കുന്നു, ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഗാർഹിക പീഡന നിയമപ്രകാരം പോലീസിന് പരാതി കൊടുത്തപ്പോൾ യാതൊരു വഴിയുമില്ലാതെയാണ് ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും ഉമ്മൻചാണ്ടി അന്ന് പുറത്താക്കിയത്. അത് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഉമ്മൻചാണ്ടി അങ്ങേയറ്റം ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് മന്ത്രിയായ ഷിബു ബേബി ജോൺ. ഗണേഷ് കുമാറിന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഉൾപ്പെടെ പലരും ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. പ്രശ്നം പരിഹരിക്കാനായിട്ട് വളരെയധികം ഇടപെട്ടു. എന്നാൽ അതിനൊന്നും അവർ വഴങ്ങിയില്ല. അങ്ങനെയാണ് ആ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി രാജി ചോദിച്ചെഴുതി വാങ്ങിയത്. പിന്നീട് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ആദ്യം മുതൽ 2001 UDF സർക്കാരിന്റെ കാലത്താണ് ഗണേഷ് കുമാർ ആദ്യമായിട്ട് മത്സരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അന്നു മുതൽ ചേർത്ത് പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ തിരിഞ്ഞ് അദ്ദേഹത്തെ തകർക്കാനായിട്ടുള്ള ഗൂഢാലോചന നടത്തിയത്. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അതിന്റെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സത്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ തകർത്തതാണ്, ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചത് ഗണേഷ് കുമാറാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും മൊഴികളുമാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്.